വീട്ടിൽ നിന്നും ഉച്ചഭക്ഷണം കൊണ്ടുപോകാൻ കഴിയാതെ തിരക്കിട്ട ഓഫീസിലേക്ക് ഓടിയെത്തുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. കുടുംബശ്രീയുടെ ലഞ്ച് ബോക്സ് ഇനി നിങ്ങളുടെ മുന്നിലെത്തും. ഒറ്റ ക്ലിക്കിൽ ഉച്ചഭക്ഷണം അരികിലെത്തുന്ന കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതി വഴിയാണ് സ്വാദിഷ്ടമായ ഭക്ഷണം ആവശ്യക്കാർക്ക് എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്ത് പദ്ധതി ആരംഭിക്കുന്നത്. മാർച്ച് 5-ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് ലഞ്ച് ബെൽ ഉദ്ഘാടനം ചെയ്യും. ഓൺലൈൻ ഫുഡ് ഡെലിവറി രംഗത്ത് കുടുംബശ്രീയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനൊപ്പം വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. കുടുംബശ്രീയുടെ ഫുഡ് ഡെലിവറി ആപ്പ് പോക്കറ്റ് മാർട്ട് വഴിയാണ് ഓർഡർ സ്വീകരിക്കുന്നത്. സെക്രട്ടേറിയറ്റ്, നിയമസഭ, വികാസ് ഭവൻ, പബ്ലിക് ഓഫീസ് പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകൾ, ബാങ്കുകൾ, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനങ്ങൾ. 2 മാസത്തിനകം ശേഷം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും. അടുത്ത ഘട്ടത്തിൽ എറണാകുളത്ത് പദ്ധതി നടപ്പാക്കും. ശ്രീകാര്യത്ത് പ്രത്യേകമായി സജ്ജീകരിക്കുന്ന കിച്ചണിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഒഴിവാക്കി സ്റ്റീൽ പാത്രങ്ങളാണ് ഊണ് വിതരണം ചെയ്യുക. പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഒഴിവാക്കുന്നത്. ചോറ്, സാമ്പാർ, അച്ചാറ്, കൂട്ടുകറി, പുളിശ്ശേരി എന്നിവ ഉൾപ്പെടുന്ന ബജറ്റ് ലഞ്ചിന് 60 രൂപയും നോൺ വെജ് വിഭാഗത്തിൽ ഉൾപ്പെട്ട പ്രീമിയം ലഞ്ചിന് 99 രൂപയുമാണ്. ഊണിനൊപ്പം പഴങ്ങളും കഷ്ണങ്ങളാക്കി ആവശ്യമുള്ളവർക്ക് എത്തിച്ചു നൽകും. പ്രവർത്തന സ്ഥിരത കൈവരിക്കുന്നതിന് മുറയ്ക്ക് ഊണിനൊപ്പം ചിക്കൻ, ബീഫ്, ഓംലെറ്റ് എന്നിവയും വിതരണം ചെയ്യാൻ ലക്ഷ്യമിടുന്നു. ഓരോ ദിവസത്തെയും ഉച്ചഭക്ഷണം രാവിലെ 7 വരെ ഓർഡർ ചെയ്യാം. 10 മണിക്കുള്ളിൽ തയ്യാറാക്കുന്ന പാഴ്സൽ ഉച്ചയ്ക്ക് 12-ന് മുമ്പായി ഓർഡർ ചെയ്ത ആൾക്ക് ലഭിക്കും. 8 വനിതകൾ ചേർന്നാണ് സ്റ്റീൽ ലഞ്ച് ബോക്സിലാക്കി ഊൺ എത്തിക്കുന്നത്. ഇവർ ഇരുചക്ര വാഹനങ്ങളിലെത്തും. ആദ്യ ദിനം മുതൽ 500 പേർക്കുള്ള ഊണാണ് തയ്യാറാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഓഫീസുകളിൽ എത്തുന്നവർക്ക് വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ളവർക്കും പോക്കറ്റ് മാർട്ട് ആപ്പ് വഴി ഊണ് ബുക്ക് ചെയ്യാം. 2 മണിക്ക് ശേഷം ലഞ്ച് ബോക്സ് തിരികെ കൊണ്ടുപോകാൻ ആളെത്തും. പാത്രങ്ങൾ 3 ഘട്ടമായി ഹൈജീൻ വാഷ് ചെയ്തതിനു ശേഷമായിരിക്കും പിന്നീട് ഉപയോഗിക്കുക. സ്ഥിരമായി ഭക്ഷണം വാങ്ങുന്നയാൾക്ക് ഒരേ ലഞ്ച് ബോക്സ് തന്നെ നൽകും. ഓഫീസ് പ്രവർത്തന ദിവസങ്ങൾ അനുസരിച്ച് 1 മാസത്തെ ഉച്ചഭക്ഷണം മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യമുണ്ട്. ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന യൂണിറ്റ് അംഗങ്ങൾക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന കുടുംബശ്രീ അംഗങ്ങൾക്കുമുള്ള വിദഗ്ധ പരിശീലനം ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. സെൻട്രൽ കിച്ചന്റെ പ്രവർത്തനം, ഭക്ഷണ വിതരണവും സംബന്ധിച്ച കാര്യങ്ങൾ സുഗമവും കാര്യക്ഷമമാക്കുന്നതിന് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. വിജയകരമായ പല പദ്ധതികളുമായി 1/4 നൂറ്റാണ്ട് പിന്നിട്ട കുടുംബശ്രീ മറ്റൊരു പദ്ധതിക്ക് കൂടി തുടക്കമിടുകയാണ്. ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന യൂണിറ്റ് അംഗങ്ങൾക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന കുടുംബശ്രീ അംഗങ്ങൾക്കുമുള്ള വിദഗ്ധ പരിശീലനം ഇപ്പോഴും തുടരുന്നുണ്ട്. ഭാവിയിൽ കേരള മീൽസിന് പുറമെ നോർത്ത് ഇന്ത്യൻ താലി മീൽസും ഒരുക്കും. അതിനു പുറമെ ഡയറ്റ് ചെയ്യുന്നവർക്ക് അതിന് പാകത്തിന് ഭക്ഷണവും വിതരണം ചെയ്യും. സംസ്ഥാനത്തെ എല്ലാവർക്കും ഒരു നേരം ഊണ് ലഭ്യമാക്കണം എന്ന സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്നാണ് വിശപ്പുരഹിത കേരളം പദ്ധതിയും ജനകീയ ഹോട്ടൽ സംവിധാനം ആരംഭിക്കുന്നത്. 2019-2020 സംസ്ഥാന ബജറ്റിൽ വിശപ്പുരഹിത കേരളം പദ്ധതി പ്രഖ്യാപിക്കുകയും പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ ഏൽപ്പിക്കുകയും ചെയ്തു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് നാമമാത്രമായ നിരക്കിൽ നല്ല ഗുണനിലവാരത്തിലുള്ള ആരോഗ്യകരമായ ഊണ് ലഭിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷൻ മുഖേന ജനകീയ ഹോട്ടൽ സംവിധാനം സംസ്ഥാനത്ത് നിലവിൽ വരുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി 1180 ജനകീയ ഹോട്ടലുകളാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.